ഗുസ്തി അവസാനിപ്പിച്ചെന്ന സാക്ഷി മാലിക്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി ബ്രിജ്ഭൂഷന്റെ വിശ്വസ്തനായ സഞ്ജയ് കുമാർ സിംഗിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രഖ്യാപനം. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് അരുൺ ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. തീർച്ചയായും ഇന്ന് വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ദില്ലി പ്രസ് ക്ലബ്ബ് സാക്ഷ്യം വഹിച്ചത്. കാരണം ഗുസ്തിയുമായി ബന്ധപ്പെട്ട് അനവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആ ഒരു നിർവചനമാണ് ഇന്നൊരു പത്രസമ്മേളനത്തിലൂടെ നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ ബ്രിജ്ഭൂഷന്റെ പാനലിലുള്ള ആൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതിന് ശേഷമായിരുന്നു ഈ വിനയ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. പത്രസമ്മേളനത്തിൽ ഉടനീളം വളരെയധികം വികാരധീനായിരുന്നു സാക്ഷി മാലിക് പ്രതികരിച്ചത്. കാരണം പലപ്പോഴും വാക്കുകൾ പൂർത്തീകരിക്കാനാവാതെ സാക്ഷി മാലിക് പലപ്പോഴും പിൻവാങ്ങുന്നതായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത്. ആദ്യം ഈ സാക്ഷി മാലിക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കരച്ചിലടക്കാനാവാതെ പ്രതികരണം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം വിനീത് ഫോഗട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൃത്യമായി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ചതിച്ചു എന്നുള്ളതാണ് ഗുസ്തി താരങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കൊണ്ട് പ്രതികരിച്ചത്. ഇതിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമുക്കറിയാം. കാരണം ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽ ഒരു വനിത പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അക്കാര്യത്തിൽ ബ്രിജ്ഭൂഷൺ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ളതായിരുന്നു ഗുസ്തി താരങ്ങൾ ആരോപിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു പുതുതായി തെരഞ്ഞെടുത്ത ഭരണസമിതിയിൽ ഒരു വനിതയെ പോലും ഉൾപ്പെടുത്താൻ കറുത്തതായിട്ടുള്ള ഒരു രോഷം സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള 3 ഗുസ്തി താരങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ഏറ്റവും നാടകീയമായ രംഗം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ യാതൊരു ചോദ്യങ്ങൾക്കും ചെവി കൊടുക്കാതെ സാക്ഷി മാലിക് തന്റെ ബൂട്ടുകൾ പത്രസമ്മേളന വേദിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് സാക്ഷി മാലിക് പറഞ്ഞത് എന്റെ ഗുസ്തി ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സാക്ഷി മാലിക്കിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് പത്രസമ്മേളനം തുടരുവാൻ ശ്രമിച്ചുവെങ്കിലും സാക്ഷി മാലിക് ഇതൊന്നും കണക്കാക്കാൻ കൂട്ടാക്കാതെ പത്രസമ്മേളനം വേദിയിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു. കൂടാതെ വിനീത് ഫോഗട്ടും ബജ്രംഗ് പുനിയയും അനുഗമിക്കുകയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ തന്നെയാണ് ഗുസ്തി താരങ്ങളുടെ തീരുമാനം. കാരണം ഇവർക്ക് വലിയ രീതിയിൽ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി അല്ലെങ്കിൽ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിക്കെതിരെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഗുസ്തി താരങ്ങൾ സാക്ഷി മാലിക്, വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പുനിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗുസ്തി താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ, അതായത് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം സാക്ഷി മാലിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കമോ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഇത്തരത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുസ്തി ഫെഡറേഷന്റെ ഭാഗത്തു നിന്നോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം ഗുസ്തി ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും രംഗത്ത് വന്നിട്ടില്ല. കാരണം അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു പത്രസമ്മേളനം ഡൽഹി പ്രസ് ക്ലബ്ബിൽ അവസാനിച്ചത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു സാക്ഷി മാലിക് ഇങ്ങനെ പ്രതികരിച്ചത്. കാരണം ആർക്കും അങ്ങനെ ഒരു പ്രതികരണം സാക്ഷി മാലിക് രേഖപ്പെടുത്തുമെന്നുള്ള അങ്ങനെ ഒരു മുൻവിധി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യം പത്രസമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ ശരി, അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.